തേജുവിന് ഇത്രയും സന്തോഷം ടർഫ് കൊണ്ടുപോകണേൻ്റെ കേട്ടോ. അപ്പോൾ വിൻഷാട്ടിന് രാത്രി കളി ഉണ്ടെങ്കിൽ ഞങ്ങളും പിന്നാലെ പോവാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഇത് 8-10 വരെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഏതോ 9-11 ആവട്ടോ ആ ഒരു ടൈമിൽ ഇതേ കളി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ കൂട്ടുപാതല്ല ടർഫിലേക്കായിട്ട് പോണത്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മുടെ സുജിലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ ഇരിക്കേണ്ട ആ സ്പേസിലേക്ക് പോയിട്ടാ. പിന്നെ കളി തുടങ്ങാത്തതുകൊണ്ട് തന്നെ തേജു കുറേ നേരത്തെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നല്ല കളി ആടുന്നു കേട്ടോ. അവനാണെങ്കിൽ പിന്നെ ഇവരൊക്കെ ആയിട്ട് വിൻഷാട്ടിൻ്റെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ തലയിൽ കയറിയിട്ട് നന്നായി കുട്ടി നിരങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ കുറ്റം പേര് വിളിച്ചിട്ടും അവരുടെ കൂടെ വല്ലാണ്ട് കളി കൂടുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഇതേ കുറേ നേരം ഫുട്ബോൾ തട്ടി കളിച്ചു. പിന്നെ ഏകദേശം കളി തുടങ്ങേണ്ട സമയമായി അവനെ നമ്മുടെ അടുത്തേക്ക് വിടും കേട്ടോ. അതുവരെ അവിടെ നിന്ന് ഇങ്ങനെ പാഞ്ഞ് കളിക്കും. വിൻഷാട്ട് ഇവിടെ ഇതേ ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ ഞങ്ങളുടെ പിന്നാലെ ഇതേ കിടികിടി പറഞ്ഞിട്ടുള്ള വർത്താനായിരുന്നു കേട്ടോ. അവന് തൽക്കാലം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേ ബോളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. പിന്നെ വിൻഷാട്ടിൻ്റെ ബോളിങ് ബാറ്റിങ് ഇതൊക്കെ പ്രത്യേകിച്ച് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബാറ്റ് ചെയ്യുമ്പോഴും ബോൾ ചെയ്യുമ്പോഴൊക്കെ കറക്റ്റായിട്ട് വീഡിയോ എടുത്തോളോ, ഞാൻ കളിക്കാരനാണെന്ന് എല്ലാവരും അറിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും വീഡിയോയിൽ പറയരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇതൊന്നും പറയാണ്ടൊരു സമാധാനം ഇല്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ വിൻഷാട്ടിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്നു കേട്ടോ ബജാജിലെ കിഷോർ. അപ്പോൾ ആള് ഇതേ പുറത്തേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ യാത്രയപ്പായിരുന്നു കേട്ടോ. അപ്പോൾ തേജുവിനെ അത് എന്തെങ്കിലും പൊക്കി പിടിച്ചേക്കണെന്ന് വെച്ചാൽ ഇവന് ഇതേ ആളേനെ നന്നായി കളിയേക്കണ സ്വഭാവമാണ് കേട്ടോ ആളുടെ കുറ്റമേര് പറഞ്ഞിട്ട്. പിന്നെ ഇതേ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കൂടിയിട്ട് ഇതേ ഷെയർ ചെയ്തു കേട്ടോ. പിന്നെ മുഖത്ത് വാരി തേക്കില്ല. ഇത് വിൻഷാട്ടൻ എവിടെ എന്ത് കേക്ക് കട്ട് ചെയ്യലുണ്ടെങ്കിലും അവരുടെ മുഖത്ത് തോണ്ടി കൊടുത്താലേ വിൻഷാട്ടിന് സമാധാനമാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിഷ്ണുവേട്ടന് എന്തൊക്കെയോ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഖത്ത്. പിന്നെ നമ്മളെല്ലാവരും ഇതേ കേക്കൊക്കെ ഷെയർ ചെയ്തു കഴിച്ചു. പിന്നെ എല്ലാവരും ഇതേ ആളേനെ യാത്രയപ്പാണ്. യാത്രയപ്പ് പറയുമ്പോൾ ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കളിയൊക്കെയില്ലേ, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കളിയൊക്കെയാണ് കേട്ടോ. ഞാൻ പിന്നെ കേക്ക് ലവർ ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ പീസ് നോക്കി എടുത്തിട്ട് ഞാൻ നന്നായി കഴിച്ച്. പിന്നെ അത് അവർക്ക് ഗിഫ്റ്റ് എല്ലാവരും കൂടിയിട്ട് ഇതൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തലയിൽ വെച്ച് പോകാനൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ അതൊക്കെ ഗിഫ്റ്റൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം വീണ്ടും ഇതേ ഇവരിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ്, അതായത് ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങളൊക്കെ പറയാണ്ടായിരിക്കുമല്ലോ, ഇത്ര നാൾ ഒപ്പം വർക്ക് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ, അതൊക്കെ ഷെയർ ചെയ്തിട്ടും തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് ഇതൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മൊത്തം വിൻഷാട്ടിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിടുന്നവരല്ല, 4-5 പേരൊപ്പം വർക്ക് ചെയ്തിടുന്നവരും പിന്നെ അവരുടെ കസിൻസും അടുത്തുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ കേട്ടോ. തേജുവിനെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് അമ്മാനാടുന്നത് വേറൊന്നുമല്ല കേട്ടോ. അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് അവനോട് ഇത്രയും സ്നേഹം കാട്ടുന്നത്. പിന്നെ നമ്മളിത് എല്ലാവരും അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നോക്കുകയാണ്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ പോകണേക്കാൾ മുന്നേ എനിക്ക് ഒരു കൊറിയറൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു കൊളാബിൻ്റെ കൊറിയർ ഇവിടെ ഫുഡ് മാഫിയയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഇതേ കൊറിയറൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.